4ാം ക്ലാസ്സിലെ അഖീദയിലെ 6ാമത്തെ പാഠം നോക്കൂ. പാഠം 6 മലക്കുകൾ. മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ്. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. നമുക്ക് പാഠം നോക്കാം. 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവൃത്തിയും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. 10 മലക്കുകളുടെ പേരും അവരുടെ പ്രവൃത്തിയും അവരുടെ ചുമതലകളും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. 10 മലക്കുകൾ: 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ അലൈഹിസ്സലാം, 5 മുൻകർ അലൈഹിസ്സലാം, 6 നക്കീർ അലൈഹിസ്സലാം, 7 റക്കീബ് അലൈഹിസ്സലാം, 8 അതീദ് അലൈഹിസ്സലാം, 9 മാലിക് അലൈഹിസ്സലാം, 10 റിൽവാൻ അലൈഹിസ്സലാം. ഈ 10 മലക്കുകളും അവരുടെ ചുമതലകളും നാം പഠിച്ചു. മലക്കുകൾ പല വിഭാഗങ്ങളാണ്. അവരിൽ ചിലരെ കൂടി നമുക്ക് പഠിക്കാം. 1 ഹമലത്തുൽ അർഷ്, അർഷിനെ ചുമക്കുന്നവർ. അർഷ് എന്നാൽ അള്ളാഹുവിന്റെ സിംഹാസനം. അള്ളാഹുവിന്റെ സിംഹാസനത്തെ ചുമക്കുന്ന മലക്കുകൾ. 2 ഹാഫൂന, അർഷിനെ ചുറ്റുന്നവർ. ഹാഫൂന എന്നാൽ അള്ളാഹുവിന്റെ സിംഹാസനത്തെ ചുറ്റുന്ന മലക്കുകൾ. 3 സഫറത്ത്, ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. അള്ളാഹു താല ഓരോ മനുഷ്യന്റെയും ജനനം മുതൽ മരണം വരെ ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ലൗഹുൽ മഹ്ഫൂലിലാണ്. ആ ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്ന മലക്കുകളാണ് സഫറത്ത് എന്ന വിഭാഗം. 4ാമത്തെ നോക്കൂ, ഹഫളത്ത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. അപകടങ്ങളെ തൊട്ട് മനുഷ്യരെ കാക്കുന്ന മലക്കുകളുടെ വിഭാഗത്തെ ഹഫളത്ത് എന്നാണ് പറയുക. ഹമലത്തുൽ അർഷ് എന്നാൽ അർഷിനെ ചുമക്കുന്ന മലക്കുകൾ. ഹാഫൂന അർഷിനെ ചുറ്റുന്ന മലക്കുകൾ. സഫറത്ത് ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ഹഫളത്ത് ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. ഇതുകൂടാതെ മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ, ദിക്റിന്റെ സദസ്സിൽ ഹാജരാവുന്നവർ. മനുഷ്യരുടെ കൂടെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവർ, ദിക്റിന്റെ സദസ്സിൽ ഹാജരാവുന്നവർ, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നവർ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മലക്കുകൾ, നബി തങ്ങളുടെ മേലിൽ സ്വലാത്തിൽ മുഴുകിയവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തിൽ മുഴുകിയവർ തുടങ്ങി വിവിധ വിഭാഗം മലക്കുകളുണ്ട്. ഇങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട മലക്കുകളുണ്ട്. അല്ലാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു. കൽപ്പനയ്ക്കെതിരായി അവർ ഒന്നും പ്രവർത്തിക്കുകയില്ല. മലക്കുകൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന. അതിന്റെ അർത്ഥം അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവർ എതിര് പ്രവർത്തിക്കുകയില്ല. അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവന് എതിര് പ്രവർത്തിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അല്ലാഹു തആല കൽപ്പിച്ച എന്തും മലക്കുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1 ഓർമ്മിച്ച് പറയാം. 1ാമത്തെ 10 മലക്കുകളുടെ പേരുകൾ. 1 ജിബ്രീൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്രാഫീൽ അലൈഹിസ്സലാം, 4 അസ്രായിൽ അലൈഹിസ്സലാം, 5 മുൻകർ അലൈഹിസ്സലാം, 6 നക്കീർ അലൈഹിസ്സലാം, 7 റക്കീബ് അലൈഹിസ്സലാം, 8 അതീദ് അലൈഹിസ്സലാം, 9 മാലിക് അലൈഹിസ്സലാം, 10 റിൽവാൻ അലൈഹിസ്സലാം. അത് നേരെ എഴുതിയെടുക്കാം. 2 റക്കീബ് അലൈഹിസ്സലാമിന്റെ ജോലി.
റക്കീബ് അലൈഹിസ്സലാം നന്മ എഴുതൽ. അതിന്റെ ഉത്തരം നന്മ എഴുതൽ. 3 സ്വർഗത്തെ കാക്കുന്ന മലക്കിന്റെ പേര്. ഉത്തരം റിൽവാൻ അലൈഹിസ്സലാം. ഉത്തരം റിൽവാൻ അലൈഹിസ്സലാം. സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിൽവാൻ അലൈഹിസ്സലാം. നരകത്തെ കാക്കുന്ന മലക്ക് മാലിക് അലൈഹിസ്സലാം. അടുത്ത ചോദ്യം നോക്കൂ. ഉത്തരം എഴുതാം. 1 അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു ആര്? അതിന്റെ ഉത്തരം മലക്കുകൾ. ഉത്തരം മലക്കുകൾ. 2 സഫറത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത്? സഫറത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത്? അതിന്റെ ഉത്തരം ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ലൗഹുൽ മഹ്ഫൂലിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. 3 ഹഫലത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത്? അതിന്റെ ഉത്തരം ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. അതിന്റെ ഉത്തരം ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. പൂരിപ്പിച്ച് സാരം എഴുതാം. ലാ യഅസൂന ഡേഷ് യുഅ്മറൂന. അവിടെ പൂരിപ്പിക്കാം, അതിന്റെ അർത്ഥം എഴുതാം. അതിന്റെ ഉത്തരം ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന. അത് അവിടെ എഴുതി പൂരിപ്പിക്കാം. അതിന്റെ അർത്ഥം അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവർ എതിര് പ്രവർത്തിക്കയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതും അതിന്റെ അർത്ഥവും വൃത്തിയായി എഴുതിയെടുക്കാം, പഠിക്കാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.